ഹലോ ഗെയ്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്, സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കടുക്, വെളിച്ചെണ്ണ, കുരുമുളകും ജീരകവും പൊടിച്ചത്, തക്കാളി, പച്ചമുളക്, കരുവേപ്പില, പുളി വെള്ളത്തിലിട്ടത് വെച്ചത്, വെളുത്തുള്ളി ചതച്ചത്. നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്. ആദ്യം ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. നമുക്ക് എണ്ണ ചൂടായി. കടുക് 1 ടീസ്പൂൺ എണ്ണ, കുറച്ചും കൂടി ഇടാം, ചെറിയ സ്പൂണായ കാരണം. കടുക് പൊട്ടാൻ തുടങ്ങി. ഇതിലേക്ക് വെളുത്തുള്ളി ഇടാൻ പോകുന്നു. വെളുത്തുള്ളി ഒന്ന് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇതിലൊന്ന് സ്ലോ ആക്കുക. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി വേകട്ടെ. സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള. തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് തക്കാളി ഒന്ന് വേവട്ടെ, ബാക്കി നമ്മൾ ചേർത്താം. തക്കാളി ഒരു പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. പൊടികൾ ചേർക്കാൻ പോവുകയാണ്. സ്പൂൺ മഞ്ഞൾപ്പൊടി, സ്പൂൺ മുളക് പൊടി, കളറിന് മല്ലിപ്പൊടി 1 സ്പൂൺ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഇനി അടച്ച് വയ്ക്കാം. തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് ഉടയട്ടെ. ബാക്കിയുള്ളത് ചേർക്കാം നമുക്ക്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. പുളി പിഴിഞ്ഞത് ചേർത്ത് ഒഴിക്കും. വെള്ളംപുളി പിഴിഞ്ഞ് വെച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. പുളി പിഴിയാൻ പോവുകയാണ്. പുളി പിഴിഞ്ഞിട്ട് ചേർക്കാം. പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി
ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പുളി പെരിയണത് ഒറ്റയ്ക്കായ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പനിയായിട്ട് ആശുപത്രിക്ക് കുട്ടികൾ പോയേക്കാണ്. അത് കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുളി ഒഴിച്ചു ഇതിലേക്ക് തിളയ്ക്കാനായി വയ്ക്കുക. തിളച്ച ശേഷം ബാക്കി പുറത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. രസം തിളയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങി. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുന്തിരിക്ക് കരിവേപ്പിൻ്റെ കറിവേപ്പിലയും എല്ലാം ഒന്ന് തിളച്ച ശേഷം കുരുമുളക് പൊടിച്ചതും കുരുമുളകും ജീരകവും പൊടിച്ചതും കരിവേപ്പിൻ്റെ ഇലയും ഇടാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ജീരകവും പൊടിച്ചതും ഇതിലിടാം. ഇളക്കി കൊടുക്കാം. കരിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്താൻ പോവുകയാണ്. ഇതിലേക്ക് കായപ്പൊടി കുറച്ച് നമ്മുടെ കായത്തിൻ്റെ പൊടിയും നമ്മൾ ചേർക്കാൻ പോകും. ഞാൻ ഇളക്കി കൊടുക്കും. ഗ്യാസ് നിർത്താൻ പോവുകയാണ്. നിങ്ങളും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും. ഞാൻ സിമ്പിളായിട്ടുള്ള രസമാണ് കാണിച്ചു കൊടുക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ കറി ഞങ്ങൾക്ക് രസവും ബീട്രൂട്ട് ഉപ്പേരി രസം കുറേശ്ശെ വെച്ച് കുറച്ച് ഉപ്പേരിയും ഇട്ട് നമുക്ക് ഊണ് കഴിക്കാം. വരൂ എല്ലാവരും ഊണ് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. രസത്തിൻ്റെ മണം നല്ല ഇതുണ്ട്. എല്ലാവരുടെയും എത്തുന്നുണ്ട്. എല്ലാവരും ഊണ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. നന്ദി, നമസ്കാരം.